അങ്ങനെ ഞങ്ങളുടെ ഒരാഴ്ചത്തെ ഫുക്കോക്ക് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണേ. 1 വീക്ക് ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ സ്റ്റാർ ഫിഷ് ബീച്ചും കേബിൾ കാർ യാത്രയും തീം പാർക്കുകളും സൂവും എല്ലാം നമുക്ക് അടിപൊളി വ്യൂസും അടിപൊളി ഓർമ്മകളുമാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാം കേട്ടോ. നമുക്ക് രാവിലെ 10 മണിക്കാണ് ഫുക്കോക്ക് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് വരുന്നത്. രാവിലെ ഒരു 7 മണിക്ക് ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിലെത്തണം. സോ ഒന്ന് നേരത്തെ എണീറ്റ് ഫുഡൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്കുള്ള ഫുഡും എടുത്ത് നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോയിട്ടോ. നമുക്ക് ഫാമിലി ആയിട്ട് പീസ്ഫുള്ളായി സെക്യൂറായി വന്നു പോകാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആട്ടോ ഫുക്കോക്ക്. നമ്മൾ എയർപോർട്ടിലെത്തി ചെക്കിനൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്ലൈറ്റിനുള്ള ടൈമായേ. നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുന്നത് ബസ്സിനാട്ടോ. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ ഫ്ലൈറ്റിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റി. നമ്മളവിടുന്ന് നേരെ കോലാലംപൂർ എയർപോർട്ടിലോട്ടാട്ടോ, അവിടുന്ന് കൊച്ചിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയിൽ കണക്ഷൻ ഫ്ലൈറ്റുകളായതുകൊണ്ട് ഞങ്ങൾ മൊത്തം 4 ഫ്ലൈറ്റ് എടുത്തിട്ടാട്ടോ ഈ യാത്ര കംപ്ലീറ്റ് ചെയ്തത്. ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് സെബാനാണേ. ഓരോ ഫ്ലൈറ്റിലോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴുള്ള എക്സ്പീരിയൻസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അവരത് നന്നായി എക്സ്പീരിയൻസ് ചെയ്യുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിയറ്റ്നാമിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ മലേഷ്യക്ക് പോകാട്ടോ. ഇത്തവണ ലേയോറിൻ്റെ ടൈം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ഇത്തവണത്തെ പ്ലാനിൽ കോലാലംപൂർ എയർപോർട്ട് മൊത്തത്തിലൊന്ന് ടൂർ ചെയ്യാനുള്ള പ്ലാനുണ്ടേ. Just reading instructions. Yeah, it would go faster than the laboratory. We are in the sky. That's over. No, that's over. നമ്മളൊരു 11:30 ആയപ്പോൾ കോലാലംപൂർ എയർപോർട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് കൊച്ചിക്കുള്ള ബോർഡിങ് സെപ്പറേറ്റ് ആയിരുന്നേ. സോ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ ടൈം ഉണ്ട് കേട്ടോ. നമ്മൾ ആ ടൈം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോഞ്ചിൽ തന്നെയാണേ. നമ്മുടെ അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മളൊരു ട്രാവൽ ക്ലബ് ലോഞ്ച് തന്നെയാണ് കേട്ടോ എടുത്തത്. പക്ഷെ അത് ഗേറ്റിനടുത്തുള്ളതായിരുന്നു. ഇത്തവണ നമുക്ക് കുറച്ചും കൂടെ ടൈമുണ്ട്. അതുപോലെ പിള്ളേർ ഉറക്കത്തിലും അല്ല. അതുകൊണ്ട് ഇവരുടെ തന്നെ കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഉള്ള വേറൊരു ട്രാവൽ ക്ലബ് ലോഞ്ചാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെ സ്പെഷ്യൽ ഏരിയാസ് ഉണ്ട് കേട്ടോ. വർക്ക് ചെയ്യുന്നവർക്കും റെസ്റ്റ് എടുക്കുന്നവർക്കും ഫുഡ് കഴിക്കുന്നവർക്കും ഒക്കെ. നമ്മുടെ ലഞ്ചും സ്നാക്സും ഒക്കെ ഇവിടെ തന്നെയായിരുന്നേ. നിറയെ കട്ട് ഫ്രൂട്ട്സും ഫ്രഷ് ജ്യൂസസും പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കോൺഫ്ലെക്സും ഫ്രൈഡ് ചിക്കൻസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഇഷ്ടം പോലെ ഡെസേർട്ട് ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതൊന്നും കൂടാതെ മലേഷ്യൻ സ്പെഷ്യൽ വിഭവങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ട്രൈ ചെയ്യാൻ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആട്ടോ. ലൈവായിട്ട് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അവരുണ്ടാക്കി തരുന്നുണ്ട്. നമ്മുടെ ബോർഡിംഗ് പാസ് കാണിച്ചാൽ നമുക്ക് ഇവിടുന്ന് ഡ്രിങ്ക്സും അവൈലബിൾ ആട്ടോ. രാവിലെ നേരത്തെ എണീറ്റതുകൊണ്ട് എല്ലാവരും ചെറിയ രീതിയിൽ ടയേർഡായിരുന്നു കേട്ടോ. നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട്. നമ്മുടെ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് ഒരു നാപ്പ് എടുത്ത് കുറച്ച് നേരം TV ഒക്കെ കണ്ട് സ്നാക്സും കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കുട്ടികളെയും കൊണ്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ലോഞ്ച് സൗകര്യം യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അൺലിമിറ്റഡ് ഫുഡും ഫ്രീ വൈഫൈയും അവരെ ഒന്ന് ഫ്രഷപ്പ് ആക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് ലോങ് ലേയേഴ്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ കുറച്ചധികം സമയം റെസ്റ്റ് എടുക്കാൻ പറ്റും കേട്ടോ. എയർപോർട്ട് ഗേറ്റുകളിലെ ബഹളവും തിരക്കും റഷും ഒന്നും ഇല്ലാണ്ട് കുറച്ച് നേരം പീസ്ഫുള്ളായിരുന്നു. അതുപോലെ കുഞ്ഞു കുട്ടികൾക്കുണ്ടെങ്കിൽ അവർ ഫീഡ് ചെയ്യാനൊക്കെ സെപ്പറേറ്റ് റൂമുകളൊക്കെ ആയിട്ട് സെപ്പറേറ്റ് എയർ കണ്ടീഷനും TV ഏരിയയൊക്കെയുള്ള സ്പെഷ്യൽ സ്പേസേ. നമ്മുടെ ഫ്ലൈറ്റ് ഒരു ഈവനിങ് ടൈം ആയിരുന്നേ. ഫ്ലൈറ്റിന് ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ഗേറ്റിനടുത്തോട്ട് പോയിട്ടോ. അവിടെ നല്ല തിരക്കായിരുന്നു. നല്ലപോലെ ഫ്രഷായി റെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് കുട്ടികളൊക്കെ ഉഷാറായിരുന്നു കേട്ടോ. അടുത്ത ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കൊച്ചിക്ക്. നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് എൻഡ് ചെയ്യാറാവും കേട്ടോ. നമ്മൾ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കയറിയെങ്കിലും നമ്മുടെ മനസ്സ് ഇപ്പോഴും ഫുക്കോക്കിലാട്ടോ. 1 വീക്ക് പോയതേ അറിഞ്ഞില്ല. ഞങ്ങൾ 4 പേരും ഒരുപോലെ എൻജോയ് ചെയ്ത ഫുള്ളി ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നേ. ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തട്ടോ. നമ്മുടെ ട്രിപ്പിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ചും ഇതിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞുകൊണ്ട് ഒരു ഹോൾ വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പുതിയൊരു വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുതേ.